സ്വാമി ശരണമയ്യപ്പ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ ഞങ്ങളുടെ ശബരിമല യാത്രയുടെ വിശേഷങ്ങളും മറ്റുമാണ്. മണ്ണാർക്കാട് ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കിട്ടുന്നതുണ്ടായിരുന്നത്. കിട്ടുന്നതിന് ശേഷം ഞങ്ങൾ രാത്രി തന്നെ യാത്ര തിരിച്ചു. അന്ന് രാത്രി ഞങ്ങൾ തങ്ങുന്നത് ഗുരുവായൂർ എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ ഗുരുവായൂർ ലക്ഷ്യമാക്കി ഞങ്ങൾ അന്ന് തന്നെ യാത്ര തിരിച്ചു. യാത്ര തുടങ്ങുന്ന ഗോവിന്ദപുരം ക്ഷേത്രം മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെ വണ്ടിയിൽ ഭജനം ചൊല്ലിപ്പോരുന്നത് ഞങ്ങളുടെ സ്ഥിരം ഒരു രീതിയാണ്. ഇപ്രാവശ്യം അതിന് മാറ്റമുണ്ടായില്ല. ഞങ്ങൾ ഏതാണ്ട് 12:30 മണിയോടുകൂടി ഗുരുവായൂരെത്തി. 3 മണിക്കാണ് നട തുറക്കാറുള്ളത്. ഒരുപാട് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ടോയ്ലറ്റിലെല്ലാം പോയി ഞങ്ങൾ നേരെ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലെത്തി. ക്ഷേത്രക്കുളത്തിൽ നിന്ന് കുളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വരുന്നു. കാരണം 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ദർശനം കിട്ടി ഞങ്ങൾ നേരെ എരുമേലി പോകണം എന്നാണ് ഞങ്ങളുടെ പ്ലാനിങ്. എരുമേലി കാനാപാത വഴി പോകാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ക്ഷേത്രക്കുളത്തിൽ നിന്ന് കുളിച്ച് ഞങ്ങൾ നേരെ വരുന്നു. 3 മണിക്ക് നട തുറന്നതും ഞങ്ങൾ ഭഗവാന്റെ ദർശനം കിട്ടി ഇറങ്ങി നേരെ എരുമേലി ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗുരുവായൂരിലെ ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിക്കും മുമ്പ് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ വിളിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ ചെക്ക് പോസ്റ്റിൽ മഴ കാരണം ചെക്ക് പോസ്റ്റ് അടച്ചിരിക്കുകയാണ്. എരുമേലിയിൽ കാനപാത വഴി കടത്തി വിടുന്നില്ല എന്ന് കേട്ടു. മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കടത്തി വിടും എന്നുള്ളൊരു സൂചന കിട്ടിയതുകൊണ്ട് ഞങ്ങൾ നേരെ തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വര ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു. അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വീണ്ടും ഞങ്ങൾ ചെക്ക് പോസ്റ്റിലേക്ക് വിളിച്ചപ്പോൾ മഴ കുറവില്ല, ചെക്ക് പോസ്റ്റ് അടഞ്ഞു തന്നെ ഇരിക്കുകയാണ്, അതുവഴി ആരെയും കയറ്റി വിടുന്നില്ല എന്ന് കേട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ ചൊറ്റനിക്കര ക്ഷേത്രത്തിലെത്തി. അവിടെ വന്ന് ഞങ്ങൾ അന്നദാന പ്രഭാത ഭക്ഷണം കഴിച്ചു. നേരെ ഞങ്ങൾ വരി നിന്നു. ദേവീ ദർശനത്തിനായിട്ട് ഞങ്ങൾ വരി നിന്നു. ചോറ്റാനിക്കര മേൽക്കാവിലെയും കീഴ്ക്കാവിലെയും ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉദയനാപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി. അങ്ങനെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വൈക്കം മഹാദേവ ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. പഞ്ചവർണ്ണ പ്രതിപാദം
പ്രാർത്ഥനയിൽ ഓരോ ഭക്തനും തങ്ങളുടെ ജന്മ വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഏകദേശം ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഏകദേശം നട തുറക്കാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നേരെ അന്നദാനത്തിനായി എല്ലാവരും വരി നിൽക്കുന്നതായിട്ട് കണ്ടു. കാരണം മഹാദേവൻ്റെ അന്നദാനം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഞങ്ങൾ അന്നദാനത്തിനായി വരി നിന്നു. വൈക്കത്തു നിന്നും ഞങ്ങൾ നേരെ എത്തിയത് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഞങ്ങൾ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് ഉണ്ണി ഗണപതിയുടെ ഉണ്ണിയപ്പം എല്ലാം കഴിച്ച് ഒരു അല്പനേരം വിശ്രമിച്ച് അവിടെ നിന്ന് നേരെ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. ഏറ്റുമാനൂരെത്തിയപ്പോൾ അവിടെ കാർത്തിക വിളക്കിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും നേരെ ക്ഷേത്രക്കുളത്ത് പോയി കുളിച്ചതിന് ശേഷം നേരെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങളും ആ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. കാരണം 1-2 വട്ടമാണ് വർഷത്തിൽ നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങളും ആ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ഞാൻ ദീപാവലി അങ്ങനെ ഏറ്റുമാനൂരിൽ നിന്നും ഞങ്ങൾ നേരെ എരുമേലി എത്തി. എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനമെല്ലാം കഴിഞ്ഞ് നേരെ പമ്പ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി. പമ്പയിൽ ഏതാണ്ട് 12:30-1 മണിയോടുകൂടി ഞങ്ങളെത്തി. ഒരു 4 മണിക്ക് മല കയറി തുടങ്ങാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ അവിടെ വിരിയിൽ ഒരു അല്പനേരം വിശ്രമിച്ചതിന് ശേഷം
ഒരു 3:30 കൂടി എണീറ്റ് കുളിച്ച് ഞങ്ങൾ നേരെ മല കയറാൻ തുടങ്ങി. പോയി അങ്ങനെ ശബരിപീഠവും ശരംകുത്തിയും കഴിഞ്ഞ് ഞങ്ങൾ നടപ്പന്തലിലെത്തി. തിരക്ക് കുറവായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം 2 വരിയിൽ മാത്രമേ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് 1 മണിക്കൂറിനോടടുത്ത് തന്നെ ഞങ്ങൾ നിന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ നേരെ 18-ാം പടി ലക്ഷ്യമാക്കി നടന്നു. ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ദർശനമെല്ലാം കഴിഞ്ഞ് നെയ്യഭിഷേകവും മലരഭിഷേകവും എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് ഞങ്ങൾ അയ്യപ്പൻ്റെ അന്നദാനം കഴിക്കാൻ എന്നുള്ള ലക്ഷ്യത്തിൽ ഞങ്ങൾ നേരെ അന്നദാന മണ്ഡപത്തിലെത്തി.